ഹായ് ഹലോ പത്തരമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ പത്തരമാറ്റിൻ്റെ എപ്പിസോഡിൽ വലിയൊരു നന്ദുവിൻ്റെ വലിയൊരു പ്രതീക്ഷയാണ് തകരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അനാമികയുടെ അച്ഛനും വിചാരിച്ചതുപോലെ, അവരുടെ കുടുംബം വിചാരിച്ചതുപോലെ നന്ദുവിനെ വലിയൊരു കെണിയിലാണ് അവർ പെടുത്തിയിരിക്കുന്നത്. ഇതോടുകൂടി നന്ദുവിൻ്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ നഷ്ടമാകുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് നയന. എന്തായാലും തൻ്റെ അമ്മായിയമ്മ തന്നെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ്. എങ്കിലും എന്താണ് അമ്മായിയമ്മയ്ക്ക് സംഭവിച്ചത്, എന്താണ് എൻ്റെ അമ്മായിയമ്മയ്ക്ക് സംഭവിച്ചത്, പെട്ടെന്നുള്ള മാറ്റത്തിൻ്റെ കാരണം തേടിയാണ് നയന നടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കനകയും ഗോവിന്ദനും ഭയങ്കര സന്തോഷത്തിലാണ്. തൻ്റെ മോള് ഇപ്പോൾ ഇന്നൊരു ദിവസം കൂടിയേ ഉള്ളൂ, നാളെ അവൾ ട്രെയിനിങ് ക്യാമ്പിന് പോകുവാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു കനക. ഈ സമയത്താണ് നന്ദു വരുന്നത്. അപ്പോൾ നന്ദു വന്ന പാടെ തന്നെ നീ സാധനങ്ങളൊക്കെ മേടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഞാൻ വാങ്ങിച്ചു എന്നും ബാക്കി സാധനങ്ങളൊക്കെ ചേച്ചിമാരെന്തായാലും വാങ്ങിച്ചുകൊണ്ട് വരുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നന്ദു ആ ഒരു കാര്യം പറഞ്ഞത്. ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുന്നേ തന്നെ, SI ആവുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരാളെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയുണ്ടായി എന്ന് നന്ദു പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും കനക കാര്യം ചോദിച്ചു. ആ സമയത്ത് നന്ദു അവിടെ നടന്ന സംഭവങ്ങൾ, ഒരു പെൺകുട്ടിയെ ഒരു പയ്യൻ ഉപദ്രവിക്കുന്നത് കണ്ടതെന്നും അങ്ങനെ കണ്ട സമയത്ത് ഞാൻ ആ പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് പോയതും പിന്നെ അടിപിടി ഉണ്ടായ സംഭവങ്ങളൊക്കെ നന്ദു കനകയോടും ഗോവിന്ദനോടും പറഞ്ഞു. അപ്പോൾ കനക ഒരുപാട് വഴക്ക് പറഞ്ഞു. നീ SI ആകുന്നതിന് മുന്നേ തന്നെ, ഈ പോലീസ് ക്യാമ്പിന് പോകുന്നതിന് മുന്നേ തന്നെ നീ പണി തുടങ്ങിയോ, ഇത് നിന്നെ ബാധിക്കത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ കേസിന് പോയി കഴിഞ്ഞാൽ അത് അവന് തന്നെയാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്, എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ആ കാര്യമാക്കിയില്ല. എങ്കിലും കനയ്ക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. ഇനി എന്തെങ്കിലും സംഭവിക്കുമോ, അരുതാത്ത എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ രാവിലെ തന്നെ നേരെ നയനയുടെ റൂമിലോട്ട് നവ്യ വന്നതിന് ശേഷം പറയുവാണ്, ചേച്ചി എവിടെയാണ് പോകുന്നത് എന്ന് നയന ചോദിക്കുമ്പോൾ എനിക്കിവിടെ ഇരുന്നിട്ട് തന്നെ ബോറടിക്കുന്നു. അപ്പോൾ നാളെ നന്ദു എന്തായാലും ക്യാമ്പിന് പോവില്ലേ, അപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഞാൻ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ നയനയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നന്ദുവിന് ക്യാമ്പിന് പോകുന്ന സമയത്ത് അവളെ ഒന്ന് പുറത്തുകൊണ്ടേ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാം, ഞാനും കൂടി വരാമെന്ന് നയന പറഞ്ഞു. എന്നാൽ നീ വരേണ്ട ആവശ്യമില്ല, നിനക്ക് തലവേദന എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്, അപ്പോൾ നീ വരണ്ടെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, ഞാനും കൂടി വരാം, കുഴപ്പമില്ല ചേച്ചി ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് നയന നിർബന്ധം പിടിച്ചു. അങ്ങനെ നയനെ ഒരുങ്ങി എല്ലാം കഴിഞ്ഞ് നയനെ നവ്യയും കൂടി പുറത്തോട്ട് പോകുന്ന സമയത്ത് ദേവയാനി ഹോളിലുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനിയോട് നയന പറയുവാണ്, ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം, കാര്യം തിരക്കി നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നും നന്ദുവിന് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നയനയുടെ തലവേദനയെ പറ്റി വഴക്ക് പറഞ്ഞുകൊണ്ട് നീ തലവേദന എടുത്തിട്ടാണോ നീ ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. എന്നാൽ ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നവ്യാണ് നയനെ ഇങ്ങനെ പറഞ്ഞ് നവ്യാണ് നയനെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതെന്നും നയനയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, തലവേദനയോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ പുറത്തു പോകാനായിട്ട് നയനയുടെ അനിയത്തെ കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ ഒരു നാടകം കളിച്ചത്, കൂട്ടുനിന്നത് നവ്യാണെന്നൊക്കെ ദേവയാനി പറഞ്ഞു. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ട് ഒരു കുഴപ്പമില്ലാമേ, അമ്മ തന്ന ആ ഒരു തുളസിയിലിട്ട് ആവി പിടിച്ചപ്പോൾ തന്നെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ദേവയാനിയുടെ മനസ്സിൽ ഒരു ടെൻഷൻ എന്ന് പറയുമ്പോൾ നയന ഇനി അവളുടെ വീട്ടിൽ പോയിട്ട് അവിടെ കുറേ നാൾ നിൽക്കുമോ, ഇന്ന് തന്നെ തിരിച്ചു വരത്തില്ലേ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോഴും ഇല്ല, ഞാൻ ഇന്ന് തന്നെ തിരിച്ചു വരാം എന്ന് നയന സമ്മതം പറഞ്ഞതിൻ്റെ പ്രകാരമാണ് ദേവയാനി അവരെ രണ്ടുപേരെയും പറഞ്ഞയച്ചത്. അങ്ങനെ രണ്ടുപേരും പുറത്തുപോയി ഭയങ്കര സന്തോഷത്തിൽ നന്ദുവിനെ കൊണ്ട്. എന്തായാലും നവ്യയ്ക്ക് ചെറിയൊരു സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്. തൻ്റെ അനിയത്തി നാളെ പോകും, നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞിട്ടേ അവൾ തിരിച്ചു വരത്തുള്ളൂ. അങ്ങനെ പോകുന്ന സമയത്ത് അവസാനമായിട്ട് അവളുടെ ഒപ്പം നമുക്കൊന്ന് ഭക്ഷണം കഴിച്ചൂടെ, ഒന്ന് കൂടിക്കൂടെ എന്നൊക്കെ ഉള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. നവ്യയ്ക്കാണെങ്കിൽ നവ്യ എത്ര നാൾ വീട്ടിൽ പോയി നിന്നാലും അഭിക്കോ ജലജയ്ക്കോ പ്രശ്നമല്ല. പക്ഷെ ദേവയാനി ഇങ്ങനെ സമ്മതിക്കാത്തതിൽ, വേണ്ട പോവാൻ പാടില്ല, അവിടെ പോയി നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞതിൽ നയനയ്ക്കും സങ്കടമുണ്ട്. എന്തായാലും അവർ നേരെ പോയി നന്ദുവിനെയും കൊണ്ട് പുറത്ത് പോയി കറങ്ങി, നല്ല നല്ല ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു, ഒരുപാട് ഷർട്ട് നന്ദുവിന് മേടിച്ചു കൊടുത്തു. അപ്പോൾ ആദ്യം നന്ദു വേണ്ട എന്ന് പറയുമ്പോഴും നയന ജോലി ചെയ്യുന്ന പൈസ അവിടെ തനിക്ക് അധികം ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആദർശേട്ടനാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന ശമ്പളം മേടിക്കത്തൊന്നുമില്ല,
അമ്മയ്ക്കോ അച്ഛനോ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അച്ഛനും ആ പൈസയൊന്നും വാങ്ങത്തില്ല. അപ്പം പിന്നെ അത്യാവശ്യത്തിനല്ലേ പൈസ ഉപകരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിന് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. അതിന് ശേഷം നന്ദുവും നവ്യയും നയനയും കൂടി ചേർന്നിട്ട് പുറത്ത് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവർ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുവാണ്. അപ്പോൾ നവ്യക്ക് എന്ന് പറയുമ്പോൾ നവ്യ എപ്പോഴും പറയുന്നുണ്ട്, നന്ദു SA ആയി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അഭിക്കും ജലജയ്ക്കും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെയും കൈകാര്യം ചെയ്യണം. മാത്രമല്ല അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നവ്യ നയനയും നവ്യയാണെങ്കിലും നന്ദുവിനോട് പറഞ്ഞത് അതിനേക്കാൾ ഉപരി അനാമികയും അനാമികയുടെ വീട്ടുകാരെയാണ് ഒന്ന് കൈകാര്യം ചെയ്യേണ്ടത്. അവർ കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ തൻ്റെ അമ്മായിയമ്മ തന്നെ ഹോസ്പിറ്റലാവാനായിട്ട് കാരണവും മരണത്തോട് മല്ലിടാനായിട്ടൊക്കെയുള്ള കാരണം അവിടെ അനാമികയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞതാണല്ലോ. എന്നാൽ നയന മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു. അത് അമ്മ കൊടുത്ത മാല അതിനുശേഷം ഇതുവരെയും കണ്ടിട്ടില്ല. മാത്രമല്ല അവൾ ഒരുപാട് കള്ളങ്ങൾ അവളും അവളുടെ അമ്മയും അച്ഛനും പറയുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ നന്ദുവിന് ഒന്ന് ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് പോലീസ് ജീപ്പ് നന്ദുവിൻ്റെ മുന്നിൽ വന്ന് നിന്നത്. എന്നിട്ട് നന്ദു ഇതിൽ ആരാ നന്ദു എന്ന് പോലീസുകാർ ചോദിച്ചു. അപ്പോൾ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ നീ വണ്ടിയിൽ കയറാനായിട്ട് അവർ ആവശ്യപ്പെട്ടു. എന്താ കാര്യം, അവൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് പറയാനായിട്ട് ഉള്ള സാഹചര്യമല്ല, കാരണം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കറക്റ്റാണ് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഇപ്പോൾ പറയാനായിട്ട് പറ്റത്തില്ല എന്നും എന്തായാലും സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം എന്ന് പോലീസുകാർ പറഞ്ഞു. എന്നാൽ അവൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോയാൽ മതി, ഇല്ലെങ്കിൽ ഞങ്ങളും കൂടെ വരാമെന്ന് പറയുമ്പോൾ പോലീസുകാർ അത് സമ്മതിച്ചില്ല. അവസാനം നന്ദുവും പറയുവാണ്, പോലീസ് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുന്നേ തന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നല്ലത് തന്നെയാണ് ചേച്ചി, ഞാൻ എന്തായാലും പോയിട്ട് വരാൻ, കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. പക്ഷെ നന്ദു ആവർത്തിച്ച് പറഞ്ഞു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നന്ദു പോയത്. പോലീസുകാരുടെ വണ്ടിയിൽ കയറി നന്ദു പോയതിന് പിന്നാലെ തന്നെ നവ്യയും നയനയും ഉറപ്പിച്ചു ഇതാരോ നന്ദുവിനിട്ട് പണി കൊടുത്തതാണ്, നന്ദുവിനെ പൂട്ടാൻ വേണ്ടിയിട്ട് ആരോ ശ്രമിച്ചതാണെന്ന് അവർക്കറിയാം. എന്നാൽ ആരാണെന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? നന്ദുവിൻ്റെ ഒരുപാട് നാളത്തെ പ്രതീക്ഷയായിരുന്നു, അതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാൽ ആ ഒരു കഷ്ടപ്പാടും അധ്വാനവും ഒക്കെ വെറുതെ ആയി പോകുമോ? നന്ദുവിന് SA ക്യാമ്പിന് പോകാനായിട്ട് സാധിക്കത്തില്ലേ? ഇനി ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.